ത്രില്ലിംഗ് ആണ് പടം. അത് ഒരു ദിവസം നടക്കുന്ന കഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അടിപൊളിയാണ്. എന്താ പറയാ, നമ്മുടെ വിസ്മയ മോഹൻലാലാണെങ്കിലും അതുപോലെ തന്നെ സായ്കുമാർ ആണെങ്കിലും നല്ല രസമാണ്. ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണ്. മാരക പെർഫോമൻസ് എന്നൊന്നും പറയരുത്, പക്ഷെ അടിപൊളിയാണ്. ഇന്റർവെൽ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്റർവെൽ ആയിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ത്രില്ലാണ്. പിന്നെ മനോജ് കെ ജയനുണ്ട്, ജാഫർ ഇടിക്കുന്നുണ്ട്. ബാക്കിയുള്ള റിവീലിംഗ് ആയിട്ടില്ല. ലാലേട്ടൻ ഇവർ കാണിച്ചിട്ടില്ല. അതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തുടക്കക്കാരി രീതിയിൽ നമുക്ക് കാണണം. കാരണം എന്നാലും നമുക്ക് ഇവരുടെ അഭിനയത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്താൻ പറ്റുള്ളൂ. എപ്പോഴും തുടക്കക്കാരായിട്ട് തന്നെ കാണണം. കാരണം നമുക്ക് അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പറയുന്നത് ഇത്ര നേരം നല്ല ത്രില്ലായിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആന്റണി പെരുമാറിന്റെ മകനെ ഫേസ് കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. നല്ല രസമാണ്. അത് സംസാരിച്ചിട്ടില്ല, പക്ഷെ അവന്റെ ബിഹേവിയർ അടിപൊളിയാണ്. അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കാണണം, പടം കണ്ടാലേ പറ്റുള്ളൂ. എന്തായാലും ഫൈറ്റ് ഉണ്ടാവും, ഉറപ്പാണ്. ഫസ്റ്റ് ഹാഫ് വരെ സെറ്റാണെന്നും പറയാനില്ല. അത് നമ്മള് നല്ല പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. അല്ല, നമ്മൾ ഉദ്ദേശിച്ച ഫൈറ്റും കാര്യമാണ്. നമുക്ക് ത്രില്ലിംഗ് ആണ്. തുടക്കം പോലെ തന്നെ ത്രില്ലിംഗ് ആണ്. ഒരു ക്രൈമായിട്ട് അവിടെ പോണ കുറച്ച് ഒരു ജേണിയാണ്. നമ്മളതിൻ്റെ ഒപ്പം യാത്ര ചെയ്യണമെന്നു. നമുക്ക് അവസാനം വരെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ എല്ലാം ഉണ്ട്. ഫൈറ്റ് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ത്രില്ലിങ് മൊമെന്റ്സ് മൊത്തം കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നിർത്തിയേക്കാണ്. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റോറിയൊക്കെ അല്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ജൂഡിന്റെ മേക്കിംഗ് ആയതുകൊണ്ട് പുള്ളി ഈ സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ വരുന്നുണ്ടോ? തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിന് അറിയാൻ പറ്റുള്ളൂ ഫൈറ്റ് ആണ് എന്താണെന്നുള്ള കാര്യം. നമുക്ക് ത്രില്ലടിച്ച് നിർത്തിയേക്കാണ് സംഭവം. കഥയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും പറയാനില്ല. എന്നാലും ഡയറക്ടർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. വിസ്മയോടൊപ്പം ഒരു എടുത്തു പറയേണ്ട വേറൊരാളുണ്ട്, മറ്റേ അന്യപെരുമാറിൻ്റെ മകനും കേട്ടോ. വീട്ടിലായിട്ടുണ്ട് പുള്ളി. നല്ല പേടിപ്പിക്കുന്ന റോള് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, കഥ വരുന്നേ ഉള്ളൂ. കഥ എങ്ങനെയല്ലേ, നല്ല ഡയറക്ഷൻ. കഥ നമ്മൾ എല്ലാം കണ്ടിട്ടുള്ള കഥകളൊക്കെയാണ് കേട്ടോ. കുഴപ്പമില്ല, ആയി വരുന്നു. ഫൈറ്റ് അടിപൊളി. നമ്മുടെ മോൻ, മറ്റേ അന്യപെരുമാറിൻ്റെ മോൻ തകർത്തിട്ടുണ്ട്. വിസ്മയോടൊപ്പം തന്നെ പറയാനുണ്ട്. വീട്ടിലായിട്ടുണ്ട്. കുഴപ്പമില്ല. സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയൊക്കെ പോലെ കേട്ടോ. പക്ഷേ നല്ല ഡയറക്ഷൻ, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പടം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ വിസ്മയൊക്കെ ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ആന്റണി മോനും നല്ലൊരു കിടിലൻ റോൾ ചെയ്തിട്ടുണ്ട്. അവനെ വെച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന് ബാക്കി ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഇതുവരെ ഇന്റർവെൽ ആകുമ്പോൾ സിനിമ മെയിൻ ട്രാക്കിലേക്ക് കിടക്കുവാണ്. ഇത്തിരി എൻഗേജിങ് ആണ്, എന്നാൽ ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് ഗുഡ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇതൊരു കൊള്ളാം.